शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति शांति ओम शांति। ശാന്തി. ഇന്ന് 19/2/22 बाबा कहते मीठे बच्चे, सदा इसी नशे में रहो कि ज्ञान सागर बाप ने ज्ञान देकर हमें स्वदर्शन चक्रधारी त्रिकालदर्शी बनाया है। हम है ब्रह्मवंशी ब्राह्मण. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, സദാ ഈ ലഹരിയിലിരിക്കൂ. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനം നൽകി നമ്മെ സ്വദർശന ചക്രധാരി ത്രികാലദർശിയാക്കി മാറ്റി. നമ്മൾ ബ്രഹ്മവംശി ബ്രാഹ്മണനാണ്. സദാ ഈ ലഹരിയിലിരിക്കൂ. ജ്ഞാനസാഗരനായ ബാബ ജ്ഞാനം നൽകി നമ്മെ സ്വദർശന ചക്രധാരി ത്രികാലദർശിയാക്കി മാറ്റി. അപ്പൊ നമ്മള് ബ്രഹ്മവംശി ബ്രാഹ്മണനാണ്. പ്രശ്ന, तुम बच्चे ब्राह्मण बनते ही പദമാപദം ഭാഗ്യശാലി ബൻ ജാത്തെ ഹോ കൈസെ. ബാബ ചോദിക്കുകയാണ്,
നിങ്ങൾ കുട്ടികള് ബ്രാഹ്മണനാകുമ്പോൾ തന്നെ കോടിക്കോടി ഭാഗ്യശാലിയായിട്ട് മാറുന്നു എങ്ങനെയാണ്? നിങ്ങൾ കുട്ടികള് ബ്രാഹ്മണനാകുമ്പോൾ തന്നെ കോടിക്കോടി ഭാഗ്യശാലിയായിട്ട് മാറുന്നു എങ്ങനെയാണ്? ഉത്തരാണ് ब्राह्मण बनना अर्थात സെക്കൻഡ് में ജീവൻ മുക്തി പ്രാപ്ത करना. ബ്രാഹ്മണനാകുക എന്നാൽ സെക്കൻഡിൽ ജീവൻ മുക്തി പ്രാപ്തമാക്കുക. ബാപ്പു കാ ബച്ച ബന്ന और വർഷേ കാ അധികാർ മില. അച്ഛന്റെ കുട്ടിയായി മാറി, അപ്പോൾ സമ്പത്തിന്റെ അധികാരവും ലഭിച്ചു. तो ജീവൻ മുക്തി തുമാരാ ഹക്ക് ഹെ. ജീവൻ മുക്തി നമ്മുടെ അവകാശമാണ്, അല്ലെ? അച്ഛന്റെ സ്വത്താണ് ജീവൻ മുക്തി, അത് നമ്മൾ കുട്ടികളുടെ അവകാശമാണ്. ഇസ്ലിയെ തും പദമാപദം ഭാഗ്യശാലി. അതുകൊണ്ട് പറയാണ് നിങ്ങള് കോടിക്കോടി ഭാഗ്യശാലികളാണ്. ബാക്കി ഇസ് മൃത്യു ലോകമേത്തോ പോയി സൗഭാഗ്യശാലി ഭി നഹി. ബാക്കി ഈ മൃത്യു ലോകത്തില് ആരും തന്നെ സൗഭാഗ്യശാലിയായിട്ടില്ല. അകാല മൃത്യു ഹോത്താരത്താൻ, അല്ല ഇവിടെ അകാല മൃത്യു ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തും ബച്ചെ അഭി കാൽ പർ ജീത്ത് പാത്തെ. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ കാലന്റെ മേലെ വിജയാകുന്നു. തുമേ ത്രികാലദർശിപ്പൻ കാ ജ്ഞാൻ. നിങ്ങൾക്ക് ആ ത്രികാലദർശിയുടെ അറിവുണ്ട്. ശോഭാവ 21 ജന്മോं के लिए तुम्हारी जोड़ी भर रहेगी. ശോഭാവയാണെങ്കിൽ 21 ജന്മത്തേക്ക്, അല്ലെ, കുട്ടികളുടെ സഞ്ചി, ബുദ്ധിയാകുന്ന സഞ്ചി, അല്ലെ, നിറച്ചെന്നോർത്തിക്കുക. ഓം ശാന്തി. बच्चे समझते हैं हम कांटों से फूल बन रहे, अर्थात മനുഷ്യ से देवता बन रहे. ബാബ പറയാണ് കുട്ടികൾ മനസ്സിലാക്കുന്നു, നമ്മള് മുള്ളിൽ നിന്ന് പുഷ്പമായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് മനുഷ്യരിൽ നിന്ന് ദേവതയായിക്കൊണ്ടിരിക്കുകയാണ്. ബच्चे जानते हैं कांटों का चिन्ह. അല്ലെ, കുട്ടികൾക്കും അറിയാം ഇത് മുള്ളുകളുടെ കാടാണ്. ഈ ലോകം എന്ന് പറയുന്നത് മുള്ളുകളുടെ കാടാണ്. अब फिर फूलों के बगीचे में जाना है. അപ്പൊ ഇത് മുള്ളുകളുടെ കാടാണ്, ഇനി നമുക്ക് പോകേണ്ടത് പൂക്കളുടെ പൂന്തോട്ടത്തിലേക്കാണ്. ദില്ലി ബി പോയി സമയ പരിസ്ഥാൻ. ബാബ പറയാണ് ഈ ഡൽഹി പോലും, അല്ലെ, ഒരു സമയത്ത് പരിസ്ഥാനായിരുന്നു. തും ബച്ചെ രാജ്യ കർത്തേതേ ജബ്കി ദേവതായി. അപ്പൊ ബാബറിന് ഡൽഹി, അല്ലെ, ഏതോ സമയത്ത്, ഒരു സമയത്ത് പരിസ്ഥാനായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ കുട്ടികൾ രാജ്യം ഭരിച്ചിരുന്നു, അല്ലെ, നിങ്ങൾ ദേവതയായിരുന്ന സമയത്ത്, അല്ലെ, നിങ്ങൾ അവിടെ രാജ്യം ഭരിച്ചിരുന്നു. फिर कोई राजा महाराजा के रूप में, कोई प्रजा के रूप में. അവരും ചിലരാണെങ്കിൽ രാജാവിന്റെ രൂപത്തിലായിരുന്നു അവിടെ, അല്ലെ, ചിലരാണെങ്കിൽ മഹാരാജാവിന്റെ രൂപത്തിലായിരുന്നു, അല്ലെ, ചിലരെങ്ങനെയായിരുന്നു? പ്രജയായിരുന്നു. ये तो सब जानते हैं कि बरोबर अब सृष्टि कब्रिस्तान होने. അവരെയാണ് എല്ലാവർക്കും ഇതറിയാം, ഇത് നിങ്ങൾക്കറിയാം, അല്ലെ, ഈ സൃഷ്ടി ഇപ്പോൾ ശ്മശാനമായിട്ട് മാറണം, ഈ പഴയ ലോകം ശ്മശാനമായിട്ട് മാറണം. മുൻപുറത്തും പരിസ്ഥാൻ ബനായെങ്കിൽ. അപ്പോ ഇവിടെ നമ്മള്, അല്ലെ, ഈ ലോകത്തെ നമ്മളിപ്പോൾ പരിസ്ഥാനാക്കി മാറ്റും, സ്വർഗമാക്കി മാറ്റും. തും ജാനത്തെ ഹോ ഏ സാരി ദുനിയാ ഹി നയി ബൻതി. ബാബ പറയാൻ നിങ്ങൾക്കറിയാം ഈ മുഴുവൻ ലോകവും പുതിയതായിട്ട് മാറുകയാണ്. ജമുനാക്കെ കണ്ടപ്പോ രാധേകൃഷ്ണ ലക്ഷ്മി നാരായണ. അപ്പൊ ശരിക്കും യമുനാ തീരത്ത്, അല്ലെ, രാധയും കൃഷ്ണനും ലക്ഷ്മി നാരായണന്മാര് ഉണ്ടായിരുന്നു. ഐസനെ ഈ രാധേകൃഷ്ണ രാജ്യ കർത്തേ. ബാബ പറയണ അങ്ങനെയല്ല, അല്ലെ, അവിടെ രാധയും കൃഷ്ണനുമാണ് രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനല്ല. രാധ ദൂസരി രാജധാനി, കൃഷ്ണ ദൂസരി രാജധാനിക്ക്. അപ്പൊ രാധയും കൃഷ്ണനും വേറെ വേറെ രാജധാനിയിലേതായി. അപ്പൊ അവരുടെ രാജ്യം എന്ന് പറയില്ല. ദോനോക ഫിർ സ്വയംവർ ഹുവ. അല്ലെ, പിന്നെ രണ്ടുപേരും തമ്മിൽ സ്വയംവരം നടന്നു, രാധയും കൃഷ്ണനും തമ്മിൽ
स्वयंवर നടന്നു. स्वयंवर के बाद फिर यही लक्ष्मी नारायण बनते, फिर इस परिस्थान में जमुना के कंढे पर राज्य कर. അപ്പൊ സ്വയംവരത്തിന് ശേഷമാണ് രാധയും കൃഷ്ണനും ലക്ഷ്മി നാരായണായിട്ട് മാറുന്നത്. അപ്പൊ അവരെയാണ്, അതായത് പരിസ്ഥാനില്. അപ്പൊ അവര് യമുനാ തീരത്ത് പിന്നെ രാജ്യം ഭരിച്ചു. ലക്ഷ്മി നാരായണ ആയതിനു ശേഷം യമുനാ തീരത്ത് രാജ്യം ഭരിച്ചു. ഗദ്ദി ബഹുത്ത് പുരാനി. അവർ ഇവിടെ രാജ്യം വളരെ പഴയതാണ്. ആദി സനാതൻ ദേവി ദേവതോങ്കി ഗദ്ദി ബൻതി ആയി. ശരിക്കും ആദി സനാതന ദേവി ദേവതയുടെ രാജ്യം അല്ലെ ആണ് നടന്നു വന്നത്. परंतु इन बातों को सिर्फ तुम बच्चे ही जानते हो. പക്ഷെ ബാബ പറയാ, ഈ കാര്യങ്ങള് ഇവിടെ ആരാണ് രാജ്യം ഭരിച്ചിരുന്നത്? ലക്ഷ്മി നാരായണന്മാർ എവിടെയാണ് രാജ്യം ഭരിച്ചത്? അല്ലെ, യമുനാ തീരത്ത് ഡൽഹിയില് അല്ലെ, അന്ന് പരിസ്ഥാനായിരുന്നു. ബാബ പറയാണ്, ഈ കാര്യങ്ങള് നിങ്ങൾ കുട്ടികൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. തുമ്പി അപ്പന പരിസ്ഥാൻ ബനാ രഹേഗോ. അവർ നിങ്ങൾ അല്ലെ തനിക്ക് വേണ്ടി ആ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജധാനി സ്ഥാപൻ കരേഗോ. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. പൈസ നമ്മൾ എങ്ങനെ നമ്മുടെ രാജ്യം സ്ഥാപിക്കുക? അല്ല, എങ്ങനെയാണ് സ്ഥാപിക്കുക? യോഗബൽസെ. അപ്പൊ നമ്മൾ എങ്ങനെ നമ്മുടെ രാജ്യം സ്ഥാപിക്കുന്നു? യോഗബലത്തിലൂടെയാണ്. ദേവി ദേവതോങ്കി രാജധാനി ലഡായി से नहीं स्थापन की. ബാബ പറയാ, ഈ ദേവി ദേവതയുടെ രാജ്യം ഉണ്ടല്ലോ, യുദ്ധത്തിലൂടെ അല്ല സ്ഥാപിക്കപ്പെട്ടത്. യുദ്ധം ചെയ്തല്ല അവര് തന്റെ രാജ്യം നേടിയെടുത്തത്. തും യഹാ സീഖ്നെ ആയപ്പോ രാജ്യവും കഴിയും. ബാബ പറയാ, നിങ്ങൾ കുട്ടികള് ഇവിടേക്ക് വന്നിരിക്കുന്നത് ആ രാജ്യോഗ ബലം അല്ലെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. 5,000 വർഷം പോലെ സീഖ്. അപ്പൊ ഈ രാജ്യയോഗം 5000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ പഠിച്ചിരുന്നു. തും കഹേംഗെ ഹാ ബാബ കൽ പഹലെ ഭി ആജ് കെ ഹി ദിൻ ഇസി സമയ ഹം ബാബ സെ പഠന സീഖേ. അപ്പൊ കുട്ടികളും പറയും, ആ ബാബ അല്ലെ, ഇന്നത്തെ ദിനം ഇതേ സമയത്ത് അല്ലെ, ഇന്നത്തെ ദിനം ഇതേ സമയത്ത് കൽപ്പം മുൻപും ബാബയിൽ നിന്ന് പഠിച്ചിരുന്നു എന്ന് കുട്ടികളും പറയും. യഹാസ്രു ബച്ചേഹി ആത്തെ. അവർ ഇവിടേക്ക് വരുന്നവരെ അവരുടെ മക്കളാണ് വരുന്നത്. ബച്ചോക്കെ ബിന ബാപ്പർ പോയിസെ ബാത്ത് കർണ സക്കെ. അപ്പൊ കുട്ടികളോടല്ലാതെ ബാബയ്ക്ക് മറ്റാരോടും തന്നെ സംസാരിക്കാൻ സാധ്യമല്ല. ബാബ സംസാരിക്കുന്നത് തന്റെ മക്കളോടാണ്. ഇവിടേക്ക് വരുന്നവരാരാണ്? ബാബയുടെ മക്കളാണ്. ബാബു കാത്തമ്മയും ബച്ചോം പോയി സിക്കലാത്ത. ബാബയും പറയാണ്, ഞാൻ തന്റെ മക്കളെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ തന്റെ മക്കളെയാണ് പഠിപ്പിക്കുന്നത്. തുമ്പോ കിട്ടുന്ന നശാ പനാച്ചായി. അപ്പോ അല്ലെ, ആ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ എത്ര ലഹരി വേണം അല്ലെ? ആരാ പഠിപ്പിക്കുന്നത്? ആരെയാ പഠിപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അവരുടെ കുട്ടികൾക്ക് എത്ര ലഹരി വേണം? ജ്ഞാൻ കാ സാഗർ ബാബ ഹേ ഉൻകോ ഹി ജ്ഞാൻ ഗണേശൻ കാത്തി. അപ്പൊ ബാബ ആരാണ്? ജ്ഞാനത്തിന്റെ സാഗരൻ. ജ്ഞാനത്തിന്റെ സാഗരൻ ബാബയാണ്. അപ്പൊ ബാബയെ തന്നെയാണ് ജ്ഞാനേശ്വരൻ എന്ന് പറയുന്നത്. इसका अर्थ है ईश्वर जो ज्ञान सागर है वह इस समय को ज्ञान देते അല്ലെ. ബാബറിന്റെ അർത്ഥം എന്താണ്? ഈശ്വര ജ്ഞാന സാഗരമാണ്. ആ ജ്ഞാനസാഗരനായ ബാബ ഈ സമയത്ത് കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. മനസ്സാക്കിയാൽ അപ്പൊ ബാബ നൽകുന്ന ജ്ഞാനം ഏതാണ്? ജ്ഞാനസാഗരനായ ബാബ കുട്ടികൾക്ക് ജ്ഞാനം നൽകുകയാണ്. ബാബ ചോദിക്കുകയാണ്, ബാബ നൽകുന്ന ജ്ഞാനം ഏതാണ് അല്ലേ? ഏതറിവാണ് പകർന്നു നൽകുന്നത്? സൃഷ്ടിക്ക് ആദ്യം അന്ത്യന്തിക്കാക്കിയാൽ. അപ്പൊ ബാബ നൽകുന്ന അറിവ് ഏതാണ്? സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ അറിവാണ് ബാബ മക്കൾക്ക് നൽകുന്നത്. തും വെച്ച് സ്വദർശൻ ചക്രധാരി ബന്ധേ. അപ്പൊ ഈ അറിവ് സ്വീകരിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു അല്ലെ? സ്വദർശൻ ചക്രധാരിയായിട്ട് മാറുകയാണ് അല്ലെ? ചക്രത്തെ അറിയാണ്. അപ്പൊ നമ്മൾ സ്വദർശന ചക്രധാരിയായിട്ട് മാറും.
തും ബ്രഹ്മവംശി ഹോ. അവ പറയാ നിങ്ങൾ കുട്ടികൾ ഈ സമയത്ത് ബ്രഹ്മവംശികളാണ്, ബ്രഹ്മവംശികളാണ്. विष्णु वंशी जो राज्य करेंगे वो സ്വദർശൻ ചക്രധാരി ത്രികാലദർശി നഹി. വിഷ്ണു വംശികള് അവര് സ്വർഗത്തില് രാജ്യം ഭരിക്കും. അവരെ സ്വദർശന ചക്രധാരി എന്ന് വിളിക്കില്ല, ത്രികാലദർശി. വിഷ്ണു വംശികളാണ് സ്വർഗത്തില് രാജ്യം ഭരിക്കുന്നത്. അവരെ സ്വദർശന ചക്രധാരി എന്ന് വിളിക്കില്ല, ത്രികാല ദർശി എന്ന് വിളിക്കില്ല. ത്രികാലത്തിന്റെ അറിവില്ല അവർ. അപ്പൊ അവരിനിപ്പോ ആർക്കാണ് ഈ അറിവുള്ളത്? ബ്രഹ്മവംശികൾക്കാണ്. അപ്പൊ നമ്മളാരാണ്? ബ്രഹ്മവംശികൾ. തും ബ്രഹ്മവംശി ഹോ സോ ഫിർ ദേവതാ ബനേംഗെ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ബ്രഹ്മവംശി, നമ്മൾ ആയിത്തീരുന്നത് എന്താണ്? ദേവതയാണ്, വിഷ്ണുവംശി അല്ലെ. സോ സൂര്യവംശി ഫിർ ചന്ദ്രവംശി മേ ഗയി ഫിർ വൈശ്വംശി ശൂദ്രവംശി ബനെ. അപ്പൊ നമ്മൾ ശരിക്കും പണ്ട് സൂര്യവംശികളായിരുന്നു, പിന്നീട് ചന്ദ്രവംശിയായി, പിന്നെ എന്താണ് വൈശ്വവംശിയായി, പിന്നെ ശൂദ്രവംശിയായി. അത് ഫിർസെ ഹം ബ്രാഹ്മൺ വംശി പിന്നെ അപ്പൊ നമ്മൾ വീണ്ടും ബ്രാഹ്മണ വംശിയായിട്ട് മാറിയിരിക്കുകയാണ്. തും ബരോബർ ജാനത്തെ ഹോ ഹം സ്വദർശൻ ചക്രധാരി. അപ്പൊ ശരിക്കും നമ്മളിപ്പോ മനസ്സിലാക്കും നമ്മൾ ആരാണ്? സ്വദർശൻ ചക്രധാരികൾ. സാരേ സൃഷ്ടിക്ക് ആദ്യം അത്യന്ത ജ്ഞാൻ ഹമാരെ മേ. അതായത് മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ അറിവ് നമ്മളിലുണ്ട്. ഇൻസേഹി ചക്രവർത്തി രാജ ബനേംഗെ. പിന്നെ നമ്മൾ ആരായിട്ട് മാറും? ഈ അറിവിലൂടെ ചക്രവർത്തി രാജാവായിട്ട് മാറും. ഏ നോളജ് സഭി ധർമ്മവാലോ കേലിയേ. പവറിന് യഥാർത്ഥത്തില് ഈ അറിവ്, പാവ നൽകുന്ന അറിവ് എല്ലാ ധർമ്മത്തിൽപ്പെട്ടവർക്കും. ശിവബാബ സബ്കോ കാത്തെ ഹൈ, ഇൻ ബ്രഹ്മ കോയി കാത്തെ ഹൈ, ഇൻകി ആത്മാവെ അഭി സുൻ രഹി ഹൈ. അപ്പൊ ശിവബാബ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയാണ് ബാബ സംസാരിക്കുന്നത്. ബാബ പറയാണ് അല്ലെ, ബ്രഹ്മാവിനോടും പറയുന്നു, ഇദ്ദേഹത്തിന്റെ ആത്മാവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ശിവബാബ പറയുന്നത്. തും അപ്പൊ ബ്രാഹ്മണ ഹോ. ബാബ പറയാ നിങ്ങളിപ്പോൾ ബ്രാഹ്മണരാണ്. ഹരേക്ക് മനുഷ്യ മാത്ര ശിവബാബക്ക ബച്ചാ ഭി ഹെ തോ ബ്രഹ്മ ബാബക്ക ഭി ബച്ചാ. അവിടെ ഓരോ മനുഷ്യനും ശിവബാബയുടെ കുട്ടിയുമാണ്, ബ്രഹ്മാവിന്റെ കുട്ടിയുമാണ് അല്ലെ. ബ്രഹ്മാവിന്റെ മക്കളാണ് ശിവബാബയുടെ. ബ്രഹ്മ ഹെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ബ്രഹ്മാവാരാണ്? മുതുമുത്തച്ഛനാണ്, മനുഷ്യ സൃഷ്ടിയുടെ അല്ലെ മുതുമുത്തച്ഛനാണ്. ജിസ്മാനി ഓർ ശിവബാബ ഹെ സബ്കാ റുഹാനി. അപ്പം മുതുമുത്തച്ഛൻ അത് ബ്രഹ്മബാബയാണ് അല്ലെ. അപ്പൊ അത് ഭൗതികമാണ്, മനുഷ്യരുടേതാണ്. എന്നാൽ ശിവബാബയാണെങ്കിലോ ആത്മാക്കളുടെ അച്ഛനാണ്. ബ്രഹ്മാവ് ഭൗതിക അച്ഛനാണെങ്കിൽ ശിവബാബയാണെങ്കിൽ ആത്മീയ അച്ഛൻ. ശിവബാബക്ക് പ്രജാപിത നഹിക്ക. അപ്പൊ ശിവബാബ ഒരിക്കലും പ്രജാപിതാവ് എന്ന് പറയില്ല, പ്രജകളുടെ പിതാവ് എന്ന് പറയില്ല. ബ്രഹ്മാവാണ് പ്രജാപിത. ശിവബാബ ആത്മാക്ക ബാബ്. അപ്പൊ ശരിക്കും ശിവബാബ ആത്മാക്കളുടെ അച്ഛനാണ്. ബാബു കാത്തുമേയും ഭാരതവാസികൾക്ക് രാജ്യഭാഗ്യം തരാം. അവ പറയാം, മക്കളെ ഞാൻ ഭാരതവാസികൾക്കാണ് രാജ്യഭാഗ്യം നൽകുന്നത്, ഭാരതവാസികൾക്കാണ്. हीरे जैसा सदा सुखी बनाता 21 जन्मों के लिए वर्षा देता. ഭാരതീയരെ ബാബ അല്ലെ വജ്ര സമാനം സദാ സുഖിയാക്കി മാറ്റുകയാണ്. 21 ജന്മത്തേക്ക് ഉള്ള സമ്പത്ത് നൽകുകയാണ്. फिर वह जब पूज्य से पुजारी बनते हैं तो मेरे ग्लानि करने लगे पड़ते. അപ്പൊ ബാബ പറയാണ്, ഭാരതവാസികളെ ഞാൻ വജ്ര സമാനം അല്ലെ സദാ സുഖിയാക്കി മാറ്റുന്നു, 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നൽകുന്നു. പക്ഷെ ഇവര് പിന്നീട് പൂജ്യനിൽ നിന്ന് പൂജാരിയാകുമ്പോ, പറയും ഭാരതവാസികള് പൂജ്യനിൽ നിന്ന് പൂജാരിയാകുമ്പോ ഇവര് തന്നെ പവർ എന്നെ നിന്ദിക്കാൻ തുടങ്ങും അല്ലെ. ബാബു कहते कितना उच्च मैं तुम्हारा बाबू मैं ही भारत को हेवन पैलेस बनाता.
അവ പറയാണ്, മക്കളെ ഞാൻ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന അച്ഛനാണ്. എത്രയോ ഉയർന്ന അച്ഛനാണ്, നിങ്ങളുടെ എത്രയോ ഉയർന്ന അച്ഛനാണ് അല്ലെ. അവരെ ഞാൻ ഈ ഭാരത്തെ അല്ലെ ഹെവൻ പാരഡൈസ് ആക്കി മാറ്റുകയാണ്. തും ഫിർ സർവ്യാപിക പ്ലാനിങ് കർത്തെ അല്ലെ. പക്ഷേ കുട്ടികൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയുള്ള ഭാവിയെ സർവ്യാപി എന്ന് പറഞ്ഞ് നിന്ദിക്കുക ചെയ്യുന്നത്. 5000 വർഷം പോലെ ഭാരത സ്വർഗ കൽപ്പിപ്പാണ്. ബാബ പറയാ 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരത സ്വർഗമായിരുന്നു. ഇതേ കാര്യമാണ് ബാബ. തും ഭി രാജ് കർത്തേ थे, सोच रहा था आज 11 है. അപ്പൊ അന്ന് അവർ 5000 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളാണ് ഇവിടെ രാജ്യം ഭരിച്ചത്. അന്ന് പവറിന് ഇവിടെ പരമായ പ്രകാശമായിരുന്നു. ഇന്നാണെങ്കിൽ അന്ധകാരാണ്. മനുഷ്യ മനസ്സ് കാരണം സമസ്തേ ഈ സ്വർഗ്ഗത്തെ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ് അല്ലെ. പക്ഷെ മനുഷ്യന്റെ വിചാരം എന്താണ്? ഇതാണ് സ്വർഗം. മനുഷ്യര് ഭാരതവാസി ഗാത്തെ ഹി നയി ദുനിയാമേ നയ ഭാരത രാമരാജ്യം. ഭാരതവാസികൾ ഇങ്ങനെ അല്ലെ പാടുന്നു, പറയപ്പെടുന്നു. അവര് പറയാറുണ്ട്, പുതിയ ലോകത്തിലെ പുതിയ ഭാരതം രാമരാജ്യം വരണം. മനുഷ്യർ ഇൻകോ ഹി നയാ സമച്ച് രഹേ. മനുഷ്യര് പക്ഷെ ഈ ലോകത്ത് പുതിയതെന്ന് വിചാരിച്ചിരിക്കുക. എത്തോ ഡ്രാമ ഹേ. ബാബ പറയാ, മക്കൾ ഇതൊക്കെ ഡ്രാമ. ഈ സമയം മായാക്ക പിച്ചാടിക്ക പാമ്പ്. മനുഷ്യന്റെ വിചാരം എന്താണ്? ഇത് പുതിയ ലോകാണ്. എന്തുകൊണ്ടാണ്? മായയുടെ അത്രയും ഷോ ഉണ്ട് ഇവിടെ. അപ്പൊ രാവൺ രാജ്യം മുർദാബാദ്, രാമരാജ്യം സിന്ദാബാദ് കൊണ്ടാണ്. അവ പറയാ, ഈ രാവണ രാജ്യം മുർദാബാദ് അല്ലെ സമാപ്തമാകണം. രാമരാജ്യം സിന്ദാബാദ്. രാമരാജ്യം പോയി രാം സീതാക്ക രാജ്യം നെഹി കഹാ ജാത്ത. ഇനി രാമരാജ്യം എന്ന് പറയുമ്പോ രാമന്റെ സീതയുടെ രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അങ്ങനല്ല. സൂര്യവംശി രാജ്യം പോയി രാമരാജ്യം കഹാ ജാത്ത. യഥാർത്ഥത്തില് സൂര്യവംശി രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുക. മായേഹോ സൂര്യവംശി രാജ റാണി ബന്നെ. അവർ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് തന്നെ സൂര്യവംശി രാജാവും റാണിയും ആകാൻ വേണ്ടിയാണ്. രാജ്യവും. അതുകൊണ്ട് തന്നെ ഇത് രാജ്യയോഗമാണ് അല്ലെ. രാജാവും റാണി ആകുകയാണ്. അപ്പൊ രാജ്യമാണ്. നോളജ് പോയി ബ്രഹ്മായ കൃഷ്ണ നഹി പെടാത്തെ. ബാബ പറയുകയാണെങ്കിൽ ജ്ഞാനം പഠിപ്പിക്കുന്നത് ബ്രഹ്മാവോ കൃഷ്ണനോ അല്ല. ബ്രഹ്മാവും അല്ല, കൃഷ്ണനും അല്ല. ഏറ്റവും പരംപിത പരമാത്മാ ഹി പെടാത്തെ. ഇവിടെ പഠിപ്പിക്കുന്ന ആരാണ്? പരംപിത പരമാത്മാവാണ് പഠിപ്പിക്കുന്നത്. पतित पावन मोह पाप है, सारे विश्व को हेवन बनाने वाला, सुख शांति देने वाला है. പതീത പാവനൻ ആ അച്ഛനാണ്, ബാബയാണ് മുഴുവൻ വിശ്വത്തിനെയും സ്വർഗമാക്കി മാറ്റുന്നവൻ, സുഖശാന്തി നൽകുന്നവൻ. ഭാരത പോലെ സുഖധാമം. ബാബ പറയും, മക്കളി ഭാരതം പണ്ട് സുഖധാമമായിരുന്നു. ആദ്യ ദിവസവും ശാന്താംസേ അല്ലെ. സുഖധാമത്തിലേക്കാണെങ്കിലും എല്ലാവരും വരുന്നത് എവിടെ നിന്നാണ്? ശാന്തിധാമത്തിൽ നിന്നാണ് ആത്മാക്കള് ഇവിടേക്ക്. അഹം ആത്മാ പകല് ശാന്താമ രഹ്യമാലി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആത്മാവ് ആദ്യം ശാന്തിധാമത്തിലാണ് വസിച്ചിരുന്നത്. ആത്മാസ പരമാത്മാ നഹി. ഇനി ആത്മാവിനെ തന്നെ പരമാത്മാവെന്ന് പറയാൻ പറ്റില്ല. ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, അങ്ങനെയല്ല. അഹം ആത്മാ സൂര്യവംശിയുടെ ഒരു ക്ഷത്രിയ വൈശ്യൂത്രപൻ. നമ്മൾ ആത്മാവ് യഥാർത്ഥത്തിൽ സൂര്യവംശി ആയിരുന്നു, പിന്നെ ക്ഷത്രിയനായി, വൈശ്യനായി, അവർ ബ്രാഹ്മണ വംശമേ ആയേ. അപ്പൊ നമ്മൾ വീണ്ടും ബ്രാഹ്മണ വംശത്തിലേക്ക് വന്നിരിക്കുന്നു. ചക്ര അർത്ഥാത് പാചോളിക്ക ഖേൽ. അവർ ഇതൊരു ചക്രമാണ്, കുട്ടിക്കാരണം പറയുന്ന കളിയാണ് നടക്കുന്നത്. അതേപോലെ ചോട്ടി ബ്രാഹ്മൺ ഒരു ക്ഷത്രിയ ടോട്ടൽ 84 ജനം ഭോഗനെ പെടുത്തി. അപ്പൊ ആദ്യം ഈ ചക്രത്തിൽ വരുന്നത് ആരാണ്? ബ്രാഹ്മണൻ, ബ്രാഹ്മണൻ അല്ലെ. അവരെയാണ് പിന്നീട് അല്ലെ അങ്ങനെ പോവും അല്ലെ, ദേവതാ ക്ഷത്രിയൻ അങ്ങനെ പോവല്ലോ. അങ്ങനെ ടോട്ടല് 84 ജന്മം അനുഭവിക്കേണ്ടി വരുന്നത്. വെച്ചേ ഇസ്മേ മൂഞ്ചനേക്ക് പോയി ബാത്തനേക്ക്. അവരുടെ കുട്ടികൾ ഈ കാര്യത്തിൽ ചിന്താക്കുഴപ്പത്തിലേക്ക് വരേണ്ട യാതൊരു കാര്യം. സെക്കൻഡ് മെയിൻ ജന്മം
നമുക്കിവിടെ സെക്കൻഡിലാണ് ജീവൻ മുക്തി ലഭിക്കുന്നത്. ബാബാക്ക വെച്ചവന വസക്കാലായി അച്ഛന്റെ കുട്ടിയായി സ്വത്തിന് അവകാശിയായി, അച്ഛന്റെ കുട്ടിയായി സമ്പത്തിന് അവകാശിയായി. അപ്പൊ സെക്കൻഡിലാണ് ജീവൻ. മാക്ക് ഗർഭസ്ഥ നീക്കല ഒരു വർഷാരിക്ക. അങ്ങനെയാണല്ലോ, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് കുഞ്ഞ് വന്നു അല്ലെ, ഒക്കെ സെക്കൻഡ് ഇവിടെയും സെക്കൻഡിന്റെ കാര്യമാണ്. അച്ഛനെ തിരിച്ചറിഞ്ഞ സ്വത്തിന് അവകാശിയായി. ജനകോ സെക്കൻഡ് മേ ജനമുക്തി മിലിയെന്ന പവരൻ ജനകന് പോലും സെക്കൻഡിൽ ജീവൻമുക്തി ലഭിച്ചതായിട്ട് പറയപ്പെടുന്നു. തുമ്പി ഈശ്വരത്തെ ബനേത്തോ ജീവൻമുക്തി തുമാര ഹക്ക്. പവരെ നിങ്ങളും ഈശ്വരന്റെ കുട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ജീവൻ മുക്തിക്ക് നിങ്ങൾക്ക് അല്ലെ അവകാശമുണ്ട്, അധികാരമുണ്ട്. തും അമർലോകെ മാലികത്തെ ഹോ ഏക മൃത്യുലോ. അവർ നിങ്ങൾ അമരലോകത്തിന്റെ അധികാരിയായിട്ട് മാറുന്നു. ഈ ലോകം ഇത് മൃത്യുലോകമാണ്. തുംസെ സൗഭാഗ്യശാലി പോയി വേണമെങ്കിൽ അവ പറയാ, നിങ്ങളെ അത്രയും സൗഭാഗ്യശാലികള് ഈ ലോകത്തില് വേറെ ആരും, നിങ്ങളാണ് അത്രയും സൗഭാഗ്യശാലി. യഹാന്ത് അകാല മൃത്യു പോയി. ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ അകാല മൃത്യു സംഭവിക്കും. അതും കാൽപ്പർ വിജയ് പാത്തേക്കോ. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ കാലന്റെ മേലെ വിജയാവും. പാപ്പു കാലോങ്ക കാൽ ഹേത്തോസ് പാപ്പു സേത്തുമ്പോ കിട്ടുന്ന വർഷം മിട്ടായി. പാവയാണെങ്കിൽ കാലന്റെയും കാലൻ. അങ്ങനെയുള്ള പാവയിൽ നിന്ന് നിങ്ങൾ കുട്ടികൾക്ക് എത്രയധികം സമ്പത്താണ് ലഭിച്ചുകൊണ്ട്. तुम्हें सभी धर्मों को ही जानना चाहिए, इससे चित्र बनाए ये പാഠശാല. അപ്പൊ പറയാണ് അല്ലെ, നിങ്ങളെ എല്ലാ ധർമ്മത്തിൽപ്പെട്ടവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെന്ത് പാഠശാലയാണ്? കോൻ പഠാത്തെ? ഈ പാഠശാലയിൽ ആരാ പഠിപ്പിക്കുന്നത്? ഭഗവാൻ വാച്ച് കൃഷ്ണൻ പഠാതെ. അപ്പൊ അവരെന്നോട് പഠിപ്പിക്കുന്ന ആരാണ്? ഭഗവാൻ വാച്ചയാണ് അല്ലെ, കൃഷ്ണനല്ല പഠിപ്പിക്കുന്നത്. ജ്ഞാൻ കാ സാഗർ കൃഷ്ണൻ നഹി. അപ്പൊ പറയും ജ്ഞാനസാഗർ അത് കൃഷ്ണനല്ല, വൗത്തോ പരംപിത പരമാത്മാ. ജ്ഞാനസാഗരനാരാണ്? പരംപിത പരമാത്മ. വഹി തുമക്കോ ജ്ഞാൻ ദേ രഹേ. ആ ജ്ഞാനസാഗരനായ പരംപിത പരമാത്മാവാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത്. തുമക്കോ ജ്ഞാൻ കേൾക്കാൻ അപ്പം അല്ലെ, ആ പരമാത്മാ ജ്ഞാനം സ്വീകരിച്ച് നമ്മൾ ആരായിട്ട് മാറുന്നു? ജ്ഞാനകേന്ദ്രങ്ങള്. ദേവതാമേത്തോ ഏ ജ്ഞാൻ ഹോത്തി. പറയുന്ന സത്യത്തില് സ്വർഗത്തില് ദേവതകൾക്ക് ഈ അറിവില്ല. തും ബ്രാഹ്മണമേ ഹി ജ്ഞാനി ത്രികാലദർശി പണ്ഡിത. അവർ നിങ്ങൾ ബ്രാഹ്മണരിൽ തന്നെയാണ് ഈ അറിവുള്ളത്. ഏതറിവ്? 3 കാലങ്ങളെ ത്രികാലദർശി. തുമ്പി ഈ സമയം ഏ ജ്ഞാൻ സീക്കർ വസാകാതെ ഹോ. അപ്പൊ നിങ്ങളാണ് ഈ സമയത്ത് ബാബയിൽ നിന്ന് ഈ ജ്ഞാനം പഠിച്ച് സമ്പത്ത് നേടിയിരിക്കുന്നു. രാജോസേക്ക് സ്വർഗ രാജ റാണി കണ്ടു. രാജയോഗം പഠിച്ച് നമ്മുടെ സ്വർഗത്തിന്റെ രാജാവും റാണിയുമായിട്ട് മാറും. തും ജാനത്തെ ഹോ ഹം ബാബ ദ്വാര കാൽപർ ജീത്ത് പായെങ്കിൽ. നമുക്കറിയാം നമ്മൾ ബാബയിലൂടെ കാലന്റെ മേലെ വിജയിയാകും. ബാബയിലൂടെ നമ്മൾ കാലന്റെ മേലെ വിജയിയാകുകയാണ്. വഹാ തുമക്കോ സാക്ഷാത്കാർ പോകാം തോ യെ പുരാന ശരീര ചോട്ടാ ബച്ചാ. ബാബ പറയാണ്, സ്വർഗത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരം കിട്ടും. ആത്മാദേഹ അല്ലെ, ആ പഴയ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഞാൻ കൊച്ചു കുട്ടിയായിട്ട് അല്ലെ എന്റെ അടുത്ത് പോയി ജനിക്കും എന്നൊക്കെ സാക്ഷാത്കാരം കിട്ടും അവിടെ. സർപ്പുക്ക മിസാൽ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാ ശരീരം ഉപേക്ഷിക്കുന്നത്? അല്ലെ, സർപ്പം പടം പൊഴിക്കുന്നത് പോലെ നിഷ്പ്രയാസം, അല്ലെ ഇച്ഛയോടെ. ഏ സബും മിസാൽ തുമാരെ ലിയേ. അപ്പൊ സർപ്പത്തിന്റെ ഉദാഹരണമൊക്കെ പറയണ യഥാർത്ഥത്തില് നിങ്ങളുടെ കാര്യമാണ്. ഈ ഭാരത് പോലെ ശിവാലയ. പറയ മക്കളെ, ഈ ഭാരതം പണ്ട് ശിവാലയായിരുന്നു. ചൈതന്യ ദേവീ ദേവതക രാജ്യം. ഇവിടെ ചൈതന്യ ദേവീ ദേവതയുടെ രാജ്യം ഉണ്ടായിരുന്നു.
जिनके मंदिर बनाए हुए हैं. ആ ദേവതയുടെ ക്ഷേത്രങ്ങളാണ് ഇപ്പൊ മനുഷ്യരുണ്ടാക്കിയത്. ശിവബാബ ആക്കർ ശിവാലയം बनाते. ശിവബാബ വന്ന് ശിവാലയം ഉണ്ടാക്കി. രാവൺ വേശ്യാലയം बनाते. ശിവബാബ വന്ന് ശിവാലയം നിർമ്മിക്കും. രാവണൻ എന്ത് ചെയ്യും? വേശ്യാലയം ഉണ്ടാക്കും. बड़े बड़े विद्वान पंडित ये नहीं जानते रावण क्या चीज. അവർ വലിയ വലിയ പണ്ഡിതന്മാരും വിദ്വാൻമാരും ഒക്കെ ലോകത്തിലുണ്ടല്ലോ, അവർക്കറിയില്ല ഈ രാവണൻ എന്ത് വസ്തുവാണ്. അവർക്കറിയില്ല. തും ജാനത്തെ ഹോ രാവൺ കാ അധാകൽപ രാജ്യ ചലത്താ ഹൈ. നമുക്കറിയാം രാവണന്റെ രാജ്യം അരകൽപ്പം നടന്നു വരും. ഡൽഹി पर पहले കോട്ട് ഗോഡസ് ലക്ഷ്മി നാരായൺ കാ രാജ്യത്താണ്. ശരിക്കും ഡൽഹിയില് കോട്ട് ഗോഡസ് അല്ലെ ലക്ഷ്മി നാരായണന്റെ രാജ്യം. कहते भी है क्राइस्ट से 3000 വർഷം പഹലെ ഭാരത് केवल था. ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൈസ്റ്റിന് 3000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതം സ്വർഗമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പരന്ന പേർ ഭൂൾഗേ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ഈ കാര്യമൊക്കെ മനുഷ്യൻ മറന്നുപോയിരിക്കും. कोई मरता है तो कहते हैं स्वर्गवासी हुआ. ഓർക്കുന്ന എപ്പോഴാ അല്ലേ? ആരെങ്കിലും മരിച്ചാൽ പറയും സ്വർഗത്തിൽ പോയി എന്നൊക്കെ പറയും. മുക്ക് മീറ്റാ കരുതേത്തെ അല്ലെ, അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുഖം മധുരമാക്കുകയാണ് ചെയ്യുന്നത്. പറയാൻ സ്വർഗത്തിൽ പോയി സന്തോഷിപ്പിക്കുകയാണ്, മരിച്ചാൽ സ്വർഗത്തിൽ പോയി അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജബ് ഭാരത് സ്വർഗ താത്തോ പുനർജനവി സ്വർഗമേ ഹോത്താത്ത. അപ്പം ഭാരതം സ്വർഗമായിരുന്ന സമയത്ത് പുനർജനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയായിരുന്നു. അപ്പൊ ഭാരത് നരകേത്തോ പുനർജന്മി നരകമേത്തെ. അപ്പൊ ഇപ്പൊ ഭാരതം നരകമാണെങ്കിൽ അല്ലെ, മരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്ന എവിടെ തന്നെയാണ്? നരകത്തിൽ തന്നെയാണ്. ആരും സ്വർഗത്തിലേക്കൊന്നും. बाप कहते बच्चे तुमको याद है ना, कल्प कल्प मैं आकर तुमको स्वर्ग का मालिक बनाता. ബാബ പറയാണ്, മക്കളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, എന്താണ്? കൽപ്പ കൽപ്പം ഞാൻ തന്നെ വന്നാണ് നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നത്. ഓർമ്മയില്ലെന്ന് ബാബ ചോദിക്കുകയാണ്. അപ്പൊ തും പതീസ പാവൻ ബൻ രഹേ. ഈ സമയത്ത് കുട്ടികൾ സ്വയം പതീതത്തിൽ പാവനമായിക്കൊണ്ടിരിക്കുക. അപ്പോ അല്ലെ, പതീതത്തിൽ നിന്ന് പാവനമാക്കുന്ന ഈ കർത്തവ്യം, ആത്മാക്കളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുന്ന ഈ കർത്തവ്യം, അത് ബാബയുടെ മാത്രമാണ്. ബാബ മാത്രമാണ് ഈ കാര്യം. ചോങ്കി ബുദ്ധിമേ ഊഞ്ചത്തെ ഊഞ്ച് ശിവബാബ ഇസ് ബ്രഹ്മദ്വാര ബൈറ്റ് സവി വേദശാസ്ത്രം സാർ സംസാത്തെ. അപ്പൊ നമ്മൾ കുട്ടിയുടെ ബുദ്ധിയിലും ഉണ്ട് ഉയർന്ന ശിവബാബ ഈ ബ്രഹ്മാവിലൂടെ ഇരുന്ന് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് നമുക്ക് മനസ്സിലാക്കി. ഉയർന്ന ശിവബാബ ഈ ബ്രഹ്മാവിൽ ഇരുന്നു കൊണ്ട് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി. ഭക്തി മാർഗമേത്ത് മനുഷ്യ കർക്കെ ഗൗഡി മിസൽപ്പൻ. അവരെയാണ് ഭക്തി മാർഗത്തിൽ മനുഷ്യന്റെ പൈസ ചെലവാക്കി എന്തായി? കക്കയ്ക്ക് സമ്മാനായി. പൈസ മുടക്കി അവർ എന്തായി? ലാസ്റ്റ് കക്കയ്ക്ക് സമ്മാനായി. ബാബു കത്ത് മേനെ തും ബച്ചോं को हीरे जवाहरों के महल बनाकर दिए. ബാബു പറയും, മക്കളെ ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച അല്ലെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി നൽകിയിരുന്നു അല്ലെ സ്വർഗത്തില്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലെ രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച കൊട്ടാരങ്ങളൊക്കെ ഉണ്ടാക്കി നൽകിയിരുന്നു. തുമ്പ നീച്ച ഉദർണീത. പിന്നെന്താ സംഭവിച്ചത്? ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. തല കംതി ഹോനി തീ. തല കുറഞ്ഞു വരണമല്ലോ. ഉസ് സമയ കോയി ഊപ്പർ ചടന സകെ ക്യോങ്കി ഹേഹി ഉദർത്തി കലാക്ക സമയം. ബാബു പറയണ ആ സമയത്ത് ആർക്കും ഏതൊരു ആത്മാവിനും ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് പോകാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ആ സമയം അവരാണ് ഇറങ്ങുന്ന സമയമാണ് അല്ലെ. ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല അല്ലെ, കയറുന്ന കലയിലേക്ക് പോകാൻ കഴിയില്ല. ഈ സമയത്തും സബ്സെ ഉഞ്ച് ഈശ്വരീയ ഔലാദ് ഹോ ഫിർ ദേവതാ ക്ഷേത്ര ബന്നാ ഹി ഹൈ.
ബാബ പറയാ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും ഉയർന്നവര്, നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും ഉയർന്നവരാണ്. അതായത് ഈശ്വരന്റെ സന്താനങ്ങളാണ്, ഈശ്വരന്റെ സന്താനങ്ങളാണ്. പിന്നെ എന്തായിട്ട് മാറും? ദേവതയാകും. ഈശ്വരന്റെ സന്താനങ്ങൾ അത്ര ഉയർന്നവരാണ് അല്ലെ. പിന്നെ ഡിഗ്രി കുറയുക ചെയ്യുന്നത്, ദേവതയാകുമ്പോൾ ഡിഗ്രി കുറയുക ചെയ്യുന്നത് അല്ലേ. പിന്നെ ദേവതയാകും, ക്ഷത്രിയനാകും, വൈശ്യനാകും, ശൂദ്രനാകും. कितना भी कोई दान पुण्य करे, ഭക്തി മാർഗ में खर्चा करते करते कला उतरनी ठीक है. ബാബ പറയാണ് ആരെത്ര ദാനപുണ്യാദികൾ ചെയ്താലും ഭക്തിമാർഗത്തില് അവരിന് എത്ര പൈസ മുടക്കിയാലും എന്തൊക്കെ ചെയ്താലും ബാബ പറയാണ് അല്ലെ, എല്ലാവരുടെയും അല്ലെ ആ ഇറക്കം, അതായത് കല കുറഞ്ഞു കുറഞ്ഞു തന്നെ വരണം. ആർക്കും അവിടെ ഉന്നതി ഉണ്ടാകുന്നില്ല. ആത്മാവിനും അല്ലെ കയറുന്ന കലയിലേക്ക് പോകാൻ കഴിയില്ല. ഭക്തിയിൽ എന്തെല്ലാം ചെയ്താലും ദാനപുണ്യാദികൾ ചെയ്താലും എത്ര പൈസ മുടക്കിയാലും ബാബ പറയാണ് ആത്മാവിന് ഒരിക്കലും കയറുന്ന കലയിലേക്ക് പോകാൻ കഴിയില്ല. എന്താണേലും ഇറങ്ങി വന്നേ മനസ്സിലാക്കൂ. बाबा भी बच्चों से पूछते हैं, मैंने तुमको इतना साहूकार बनाया, तुमने सारा धन कहाँ किया? ബാബയും കുട്ടികളോട് ചോദിക്കുകയാണ്, മക്കളെ ഞാൻ നിങ്ങളെ എത്ര സമ്പന്നരാക്കി മാറ്റിയതായിരുന്നു അല്ലേ. ആ സമ്പത്ത്, ആ മുഴുവൻ ധനവും പവറേനെ നിങ്ങൾ എന്ത് ചെയ്തു അല്ല, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ബാബ ചോദിക്കുകയാണ്. വെച്ചേക്കാത്ത ബാബ ആപ്പൊക്കെ മന്ത്രപ്പനായി. ബാബ ഇങ്ങനെ ചോദിക്കുമ്പോ കുട്ടികൾ എന്ത് പറയും അല്ലേ. കുട്ടികൾ പറയും, ബാബ ഞങ്ങൾ അങ്ങയുടെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലേ, ഞങ്ങൾ അങ്ങയുടെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് ബാബയോട് പറയും. अब फिर शिव भोलानाथ बाबा हमारी 21 जन्मों के लिए जोड़ी भर. ഇപ്പോ ശിവഭോലാനാഥനായ ബാബ 21 ജന്മത്തേക്ക് വേണ്ടി നമ്മുടെ സഞ്ചി നിറച്ച ബാബ കാത്തെ ഐ ആം യുവർ ഒബീഡിയന്റ് സർവന്റ്, മോസ്റ്റ് ഒബീഡിയന്റ് ഫാദർ. ബാബ പറയാം, മക്കളെ ഞാൻ നിങ്ങളുടെ ഒബീഡിയന്റ് സർവന്റ് ആണ്, മോസ്റ്റ് ഒബീഡിയന്റ് ഫാദർ ആണ്, മോസ്റ്റ് ഒബീഡിയന്റ് ടീച്ചർ. അവർ ഞാൻ മോസ്റ്റ് ഒബീഡിയന്റ് ഫാദർ ആണ്, മോസ്റ്റ് ഒബീഡിയന്റ് ടീച്ചർ ആണ്. पार्लव की फादर, पार्लव की टीचर और पार्लव में रहने वाला मोस्ट ओबीडियंट सदगुरु की. അവരാണ് പാർലവ് की അച്ഛൻ, പാർലവ് की ടീച്ചർ, പിന്നെയോ പരലോകത്ത് വസിക്കുന്ന മോസ്റ്റ് ഒബീഡിയന്റ് സദ്ഗുരുവും കൂടിയാണെന്ന് പറഞ്ഞു. പാർലവ് അച്ഛൻ, പാർലവ് ടീച്ചർ, പിന്നെ പരലോകത്ത് വസിക്കുന്ന മോസ്റ്റ് ഒബീഡിയന്റ് സദ്ഗുരുവും കൂടിയാണ്. तुमको साथ ले जाऊंगा और कोई गुरु तुमको साथ नहीं ले जाओ. അവരെയാണ് സദ്ഗുരുവാണ്, ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകും, വേറെ ഏതൊരു ഗുരുക്കന്മാരും നിങ്ങളെ കൂടെ കൊണ്ടുപോയില്ല. इसमें डरने की कोई बात नहीं है. അവരെ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകും അല്ലെ. അവരെയാണ് പോകുന്ന കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. अब तुम बच्चों को ज्ञान का तीसरा नेत्र मिला है, इन नेत्रों से इस बाबा को देखते. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചു. ഈ നേത്രത്തിലൂടെ നമ്മൾ ബാബയെ കാണില്ല. बाबा को तो उस के नेत्र से जाना जाता है. മൂന്നാമത്തെ നേത്രത്തിലൂടെയാണ് ബാബയെ കാണാൻ കഴിയുക. ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെയാണ് ബാബയെ നമുക്ക് കാണാൻ സാധിക്കും. വർഷ ശിവബാബാസെ മിൽത്തായി, നമുക്ക് സമ്പത്ത് ലഭിക്കുന്നതും ശിവബാബയിൽ നിന്നാണ്. ഇസ് ബ്രഹ്മാക്കും വർഷ ശിവബാബാസെ മിൽ രഹാ ഹൈ, ഈ ബ്രഹ്മാവിനും സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശിവബാബയിൽ നിന്നാണ്. പൂജ്തെ ഉഞ്ച് ഹേ കി ശിവബാബ और ब्रह्मा विष्णु शंकर और ब्रह्मा सरस्वती और लक्ष्मी नारायण बस. അപ്പൊ ബാബ പറയാണ് ഉയർന്നത് ശിവബാബ, അതിനുശേഷം ബ്രഹ്മ വിഷ്ണു ശങ്കരൻ, അവർ പിന്നെ ബ്രഹ്മാവും സരസ്വതിയും ലക്ഷ്മി നാരായണൻ. അങ്ങനെ ഉന്നോനെ കിത്തനെ ഡേർ ചിത്ര ബനായെ, അവരുടെ മനുഷ്യർ എത്രയധികം ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർട്ട് പുജാവാല പോയി അല്ലെ, മനുഷ്യരുണ്ടാക്കിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏറ്റവും
6 8 കൈകളൊക്കെ ഉണ്ടെന്ന് പാപ്പൻ. യഥാർത്ഥത്തിൽ അത്രയും കൈകളൊന്നും ദേവതകൾക്ക് ഇല്ലല്ലോ. സോ ഭക്തി മാർഗത്തെ കുറിച്ച് എന്ത് പറയും? ഇതൊക്കെ ഭക്തി മാർഗത്തിലെ കളികളാണ്. വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് എനർജി. പവറിന് അവിടെ എന്താണ് ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്. വാസ്തവ സർവശാസ്ത്രമായി ശിരോമണിയിലെ ഗീത. യഥാർത്ഥത്തിൽ സർവശാസ്ത്രങ്ങളുടെയും ശിരോമണി ഗീതയാണ്. इनमें ही बापू के बदले बच्चे का नाम डाल എച്ച് ഫുൾ करके. അപ്പൊ അവരുടെ ഗീതയിൽ പോലും അച്ഛന്റെ പേരിന് പകരം മകന്റെ പേരെടുത്തിട്ട് അത് ഡ്രാമയിൽ ഫിക്സഡ് ആയ തെറ്റാണ്, നടക്കേണ്ടതാണ് അല്ലെ? അച്ഛന്റെ പേരിന് പകരം മകന്റെ ഡ്രാമ, ഇതും ഡ്രാമയിലുള്ളതാണ് അല്ലെ? അങ്ങനെ സംഭവിക്കേണ്ടതാണ്. സബ്കാ സദ്ഗതി ദാദാ പതിത് പവനേക്ക് കാപ്പി. സർവരുടെയും സദ്ഗതി ദാതാവ് പതീത പാവനൻ ഒരു ബാബ മാത്രമാണ്. ഒരു ദൂസര ബാബയെ പ്രജാപിത ബ്രഹ്മ, തീസറാഹി ലൗകിക. നമുക്കിപ്പോ 3 അച്ഛനുണ്ട് അല്ലെ? ഒന്ന് ശിവബാബ പതീത പാവനായ അച്ഛൻ, പിന്നെ മറ്റൊരു അച്ഛൻ ഏതാണ്? പ്രജാപിത ബ്രഹ്മ, പിന്നെ ലൗകിക അച്ഛൻ. ജനം വൈ ജനം ദോ പാപ. ഇത്രയും ജന്മങ്ങളില് നമുക്ക് 2 അച്ഛനെ കിട്ടിയിട്ടുള്ളൂ. ശിവബാബയാകുന്ന അച്ഛൻ, ആത്മാവിന്റെ അച്ഛനും പിന്നെ ലൗകിക അച്ഛൻ. പക്ഷെ സംഗമയുഗത്തിലും 3 അച്ഛൻ. ഇസ് ഏക് ഹി സമയം पर 3 പാപം മിൽത്തെ ഹി. അപ്പൊ അവിടെ ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് 3 അച്ഛനുള്ളത്. इसमें मोचने की कोई बात नहीं है. ഇതിൽ കുട്ടികൾ ചിന്താക്കുഴപ്പത്തിലേക്ക് വരേണ്ട കാര്യമൊന്നും. ജ്ഞാൻ ഭക്തി ഓർ വൈരാഗ്യം പറയാറുണ്ട്. ജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്, പിന്നെ വൈരാഗ്യം. വൈരാഗ്യം ഇതോ പ്രകാർക്കായി. വൈരാഗ്യവും 2 പ്രകാരത്തിലുണ്ട്. ഏക ഹേ ഹക്ക, ദൂസരാ ഹേ ബെഹ്. അതായത് ഒന്ന് പരിധിയുള്ള വൈരാഗ്യം, അല്ല വീടും കുടുംബം ഉപേക്ഷിക്കും, അത് സന്യാസിമാരുടേത്. നമ്മുടേതാണെങ്കിലോ പരിധിയില്ലാത്ത വൈരാഗ്യം, മുഴുവൻ ലോകത്തിനോടും വൈരാഗ്യം. സന്യാസി तो घर बार छोड़ जंगल में चले जाते. और സന്യാസിമാര് വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് വനാന്തരങ്ങളിലേക്ക് പോകും. പുരാനി ദുനിയാക്കോ ഈ ബുദ്ധി സെ ചോട്ടെ. ഇവിടെ നിങ്ങള് അല്ലെ പഴയ ലോകത്തെ തന്നെ എങ്ങനെ ഉപേക്ഷിക്കുന്നു? പുറമേ അല്ല, ബുദ്ധി കൊണ്ടാണ് ഉപേക്ഷിക്കുന്നത്. ബുദ്ധി കൊണ്ട് പഴയ ലോകത്തെ ഉപേക്ഷിക്കുക. ഹേ ഹഠയോഗ്, ഹേ രാജയോഗം. അതുവരുടേത് ഹഠയോഗം, നമ്മുടേത് രാജയോഗം. ഹഠയോഗി കവി രാജ്യവും സിക്ലാനേ. ഹഠയോഗികളായ സന്യാസിമാർക്ക് ഒരിക്കലും രാജയോഗം പഠിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ അത് അച്ചച്ച് ബാധ്യത സംശയം. വളരെ വളരെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അപ്പൊ നിങ്ങൾ കുട്ടികൾ മാത്രമാണ് ഈ സമയത്ത് മുള്ളിൽ നിന്ന് പുഷ്പമായിട്ട് മാറുന്നത്. പഹലെ നമ്പർ മേത്തോ ദേഹമാൻ. നമ്മളിലുള്ള അല്ലെ ആദ്യത്തെ മുള്ളേതാണ്? ദേഹാഭിമാനം. ഉनको पाप ही छुड़ा सकते हैं और कोई की ताकत ही नहीं. അപ്പൊ നമ്മളെ അല്ലെ ഈ മുള്ളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ബാബയ്ക്ക് മാത്രം സാധിക്കും. ദേഹാഭിമാനമാകുന്ന ആ മുള്ളിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ബാബയ്ക്ക് മാത്രമേ സാധിക്കൂ. അവർ വേറെ ആർക്കും അതിനുള്ള ശക്തിയില്ല. अच्छा मीठे मीठे सिकीलते बच्चों प्रति माता पिता बाप दादा का याद प्यार और मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. इस पुरानी दुनिया को बुद्धि से बोल बेहद का वैराग्य बनना है. देह अभिमान के भूत को निकाल देना. ഈ പഴയ ലോകത്തെ ബുദ്ധി കൊണ്ട് മറന്ന്, ഈ പഴയ ലോകത്തെ ബുദ്ധി കൊണ്ട് മറന്ന് പരിധിയില്ലാത്ത വൈരാഗ്യയാകണം. ഈ പഴയ ലോകത്തെ ബുദ്ധി കൊണ്ട് മറന്ന് പരിധിയില്ലാത്ത വൈരാഗ്യയാകണം. ദേഹ അഭിമാനത്തിന്റെ ഭൂതത്തെ കളയണം. ദേഹ അഭിമാനമാകുന്ന ഭൂതത്തെ കളയണം. രണ്ടാമത്തെ പോയിന്റ്, പാപ് സമാൻ ഒബീഡിയന്റ് വെൻ സേവ കർണി ഹെ. ബാബയ്ക്ക് സമാനം
അല്ലെ ഒബീഡിയന്റ് ആയി സേവനം ചെയ്യണം. आप समान बनाना है किसी भी बात में मूंझना नहीं. തനിക്ക് സമാനമാക്കി മാറ്റണം, യാതൊരു കാര്യത്തിലും സംശയം അരുത്. തനിക്ക് സമാനമാക്കി മാറ്റണം, അല്ലെ യാതൊരു കാര്യത്തിലും ചിന്താക്കുഴപ്പത്തിലേക്ക് വരരുത്. वरदान परमात्मा प्यार के आधार पर दुख की दुनिया को भूलने वाले सुख शांति संपन्न भव. പരമാത്മാ സ്നേഹത്തിന്റെ ആധാരത്തിൽ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കുന്നവരായ സുഖശാന്തി സമ്പന്നരായി ഭവിക്കൂ. പരമാത്മാ സ്നേഹത്തിന്റെ ആധാരത്തിൽ ദുഃഖത്തിന്റെ ലോകത്തെ മറക്കുന്നവരായ സുഖശാന്തി സമ്പന്നരായി ഭവിക്കൂ. परमात्मा प्यार ऐसा सुखदायी है जो उसमें यदि खो जाओ तो ये दुख की दुनिया भूल जाएगी. പരമാത്മാ സ്നേഹം ഇങ്ങനെയുള്ള സുഖദായിയാണ്. അതിൽ നമ്മൾ മുഴുകുകയാണെങ്കിൽ, ആ പരമാത്മാ സ്നേഹത്തെ നമ്മൾ ലയിച്ചു ചേരുകയാണെങ്കിൽ ഈ ദുഃഖത്തിന്റെ ലോകം തന്നെ മറന്നുപോകും. അപ്പൊ പരമാത്മാ സ്നേഹം ഇങ്ങനെയുള്ള സുഖദായിയാണ്. ആ പരമാത്മാ സ്നേഹത്തിൽ അല്ലെ നമ്മുടെ മനസ്സങ്ങ് ലയിച്ചു ചേരുകയാണെങ്കിൽ ഈ ദുഃഖത്തിന്റെ ലോകം തന്നെ നമ്മൾ മറക്കും. इस जीवन में जो चाहिए वो सर्व कामनाएं पूर्ण कर देना, यही तो परमात्मा प्यार की निशानी. അപ്പൊ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ജീവിതത്തില് നമുക്ക് അല്ലെ നമ്മുടെ സർവ മനോകാമനകളും പൂർത്തീകരിച്ചു തരിക. നമ്മുടെ ജീവിതത്തില് അല്ലെ ജീവിതത്തിലെ സർവ മനോകാമനകളെയും പൂർത്തീകരിച്ചു തരിക, ഇതാണ് പരമാത്മാ സ്നേഹത്തിന്റെ അടയാളം. പാപ സുഖശാന്തി ക്യാ ദേത്താ ലേക്കിൻ ഉസ്കാ ഭണ്ഡാർ ബനാ ദേത്താ. പാപ സുഖശാന്തി മാത്രമല്ല നൽകുന്നത്, അതിന് നിറഞ്ഞ ഭണ്ഡാരാണ് നൽകുന്നത്. അല്ല, സുഖശാന്തി മാത്രമല്ല, നിറഞ്ഞ ഭണ്ഡാരം തന്നെ പാപ നൽകുകയാണ്. जैसे बाप सूख का सागर है, नदी तालाब नहीं, ऐसे बच्चों को भी सूखे भंडार का माल बना देता है. ബാബ സുഖത്തിന്റെ സാഗരമാണ്. ബാബ സുഖത്തിന്റെ സാഗരമാണ്. നദി എന്ന് പറയില്ല, കുളമെന്ന് പറയില്ല, സാഗരാണ്. അപ്പൊ ബാബ പറയണ അങ്ങനെ ബാബ എന്ത് ചെയ്യുന്ന കുട്ടികളെയും സുഖത്തിന്റെ ആ നിറഞ്ഞ ഭണ്ഡാരയുടെ അധികാരിയാക്കി മാറ്റുകയാണ്. इसलिए मांगने की आवश्यकता नहीं. ബാബ ഈ ഖജനാവുകളുടെ അല്ലെ നിറഞ്ഞ ഖജനാവുകളുടെ അധികാരിയാക്കി മാറ്റിയാണ് നമ്മളെ. അവിടെ നമുക്ക് അവിടെ ഒന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല, യാചിക്കേണ്ട ആവശ്യം വരുന്നില്ല, എന്റെ അധികാരിയാക്കി മാറ്റിയാണ്. ഇത്ര മിലേ ഹുയെ ഖജാനേക്കോ വിധി പൂർവ്വ സമയ കാര്യമല്ലക്കാവോ. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും മതി അല്ലെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഖജനാവുകൾ അതിനെ വിധി പ്രകാരം സമയാസമയം കാര്യത്തിൽ स्लोगन अपने सर्व जिम्मेवारियों का बोझ पाप हवाले कर डबल लाइफ करना. തന്റെ സർവ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരം ബാബയ്ക്ക് സമർപ്പിച്ച്, ബാബയിൽ അർപ്പിച്ച് ഡബിൾ ലൈറ്റ് ആയി മാറും. തന്റെ സർവ ഉത്തരവാദിത്തങ്ങളുടെയും ഭാരം ബാബയിൽ സമർപ്പിച്ച് ഡബിൾ ലൈറ്റ് ആയിട്ട് ഈ മാതേശ്വരിജിയുടെ അമൂല്യമായ മഹാവാക്യം. निराकार परमात्मा की अपनी साकार ब्रह्मा तन में प्रवेश होने की विचित्र तरकीब. നിരാകാരനായ പരമാത്മാവിന്റെ തന്റെ സാകാര ബ്രഹ്മാവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന്റെ വിചിത്രമായ യുക്തി. നിരാകാരനായ പരമാത്മാവ് സാകാര ബ്രഹ്മ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന്റെ വിചിത്രമായ യുക്തി. देखो परमात्मा ने अपनी तरकीब रची है, अर्थात अपना साकार तन प्रकट किया है. മുമ്പ് പറയും, നോക്കൂ, പരമാത്മാവ് അല്ലെ ഈ യുക്തി രചിച്ചിരിക്കുകയാണ്. അതായത്
തന്റെ സാകാര ശരീരം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. പരമാത്മാവ് തന്റെ സാകാര ശരീരം ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ജിസ് പ്രകൃതിക്ക് ആധാരയാത്തായി. അപ്പൊ പരമാത്മാവ് പോലും പ്രകൃതിയുടെ ആധാരം എടുത്താണ് വരുന്നത്. നഹിത്തോ हम साकार मनुष्य आत्मा निराकार की गोद में कैसे बैठ सके. അപ്പൊ പരമാത്മാവ് പ്രകൃതിയുടെ ആധാരം എടുക്കുന്നില്ല എങ്കിൽ അല്ലെ നമ്മൾ ആത്മാക്കള് സാകാരികളായ മനുഷ്യര് നിരാകാരന്റെ മടിത്തട്ടിലേക്ക് വന്നിരിക്കാൻ കഴിയും അല്ലെ. इसलिए परमात्मा कहते साकार रूप में आए तो मेरी गोद लो. അതുകൊണ്ടാണ് പരമാത്മാവ് പറയുന്നത് അല്ലെ സാകാര രൂപത്തിൽ വന്ന് എന്റെ മടിത്തട്ടിൽ. इसमें कुछ देने की बात नहीं. ഇവിടെ ഒന്നും നൽകേണ്ട കാര്യം. सिर्फ 5 विकार जिन्होंने तुमको दुख की अशांत बनाया उनका सन्यास कर और मुझ परमात्मा को निरंतर याद करो. ഇവിടെ മറ്റൊന്നും നൽകേണ്ട കാര്യമില്ല അല്ലെ. ബാബ എന്താ പറയുന്നത്? ഈ പഞ്ചവികാരങ്ങള് അതാണ് നിങ്ങളെ ദുഃഖിയാക്കി മാറ്റിയത്, അശാന്തരാക്കി മാറ്റിയത്. അത് നിങ്ങൾ സന്യാസം ചെയ്യും അല്ലെ. എന്നിട്ട് ഞാനാകുന്ന പരമാത്മാവിനെ നിരന്തരം ഓർമ്മിക്കും. मनसा वाचा कर्मणा मेरे डायरेक्शन पर चलो तो मैं तेरे पापों का दंड करूंगा और परंदा में ले चलूंगा. एक परमात्मा की हम आत्माओं से प्रति. അപ്പൊ മനസാ വാച കർമ്മണ എന്റെ ഡയറക്ഷൻ പ്രകാരം നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പാപത്തെ ഭസ്മീകരിക്കും, പരന്താമത്തിലേക്ക് കൊണ്ടുപോകും അല്ല. ഇതാണ് പരമാത്മാവ് നമ്മളോട് ചെയ്യുന്ന, ആത്മാക്കളോട് ചെയ്യുന്ന. അത് ഉनके फरमान को ഫോളോ करना है. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ പരമാത്മാവിന്റെ ആജ്ഞ എന്താണ് അത് ഫോളോ ചെയ്യണം. सिर्फ माँ बाप कहने मत नहीं चाहिए. മാതാപിതാ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. പരമാത്മാവിന്റെ പ്രതിജ്ഞ എന്താണോ അത് നമ്മൾ ഫോളോ ചെയ്യണം. परंतु उनका संपूर्ण हो जाने से संपूर्ण प्राप्ति होती. അപ്പൊ ശരിക്കും പൂർണ്ണമായിട്ട് നമ്മൾ ബാബയുടേതായിട്ട് മാറുമ്പോഴാണ് സമ്പൂർണ്ണ പ്രാപ്തി ലഭിക്കും. തോടാ സമ്പത്ത് ജോടെങ്കിൽ തോടാമില്ലേ. ഇനി സംബന്ധം വയ്ക്കുന്നത് അല്ലെ കുറച്ചാണെങ്കിൽ കുറച്ച് പ്രാപ്തി കിട്ടുള്ളൂ. പൂർണ്ണമായിട്ടായി തീരുമ്പോഴാണ് സർവപ്രാപ്തി അല്ലെ, അല്ലെങ്കിൽ കുറച്ച് കിട്ടുള്ളൂ. അപ്പൊ ജോ ബാബുക്കാതെന്താ വഹി ബച്ചോക്കാതെന്താ. അച്ഛന്റെ കർത്തവ്യം എന്താണോ അതാണ് മക്കളുടെയും കർത്തവ്യം. യഹാ ഫാർക്കതയ്ക്ക് കൊയ് ബാത്തിനെ. ഇവിടെ ബാബയ്ക്ക് ഡിവേഴ്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. യഹാന്തോ 21 പീഡി തക്ക് ഉസ് പ്രോപ്പർട്ടിക്കോ പോകണ അല്ലെ. ഇവിടെ നമുക്ക് 21 വംശം വരെ അച്ഛൻ നൽകുന്ന സമ്പത്തുണ്ടല്ലോ, അത് അനുഭവിക്കും. अब इतना जानना है कि इसमें से ज्यादा कोई अथॉरिटी नहीं. तभी तो कहता है मैं जो हूँ जैसा हूँ उस रूप से हमें याद. അപ്പൊ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ബാബയേക്കാൾ വലിയൊരു അതോറിറ്റി ഇല്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ഞാൻ ആരാണ്, എങ്ങനെയാണ്, ആ രൂപത്തിൽ എന്നെ ഓർമ്മിക്കും. അപ്പൊ ബാബാനെ अपने फर्ज अदाई पालन और बच्चों को अपने फर्ज अदाई कर. ബാബ തന്റെ കടമ നിറവേറ്റി, നമ്മൾ കുട്ടികള് നമ്മുടെ കടമ നിറവേറ്റണം. ए विकारी यूनिटी अर्थात विकारी कुल की लोक लालच मर्यादा तो जन्म जन्मांतर पालन करते आयപ്പോ उनसे तो और भी कर्मबंधन. ശരിക്കും പറഞ്ഞാൽ ഈ വികാരി കുലത്തിന്റെ ലോകക്കുല മര്യാദ അത് നമ്മൾ ജന്മജന്മാന്തരം പാലിച്ച വന്നത്. അതിലൂടെ നമുക്ക് എന്താ കിട്ടിയത്? കർമ്മബന്ധനമാണ്. अभी तो पारलौकिक मर्यादा अर्थात परमात्मा के साथ अलौകിക കാര്യമേ മദത് करना. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാരലൗകിക മര്യാദ, അതായത് പരമാത്മാവിനോടുള്ള പരമാത്മാവിനോടൊപ്പം അലൗകിക കാര്യത്തില് സഹായിയായിട്ട് മാറും. हमारा संबंध अभी हाईएस्ट अथॉरिटी से हुआ. നമ്മുടെ സംബന്ധം ആ ഉയർന്ന ഹയസ്റ്റ് അതോറിറ്റിയുമായിട്ട് വന്നു ചേർന്നു. हम उस वक्तावर की संतान है वो आकर
സാകാർ തദ്വാര ഹമേ നോളജ് തേടെ. അപ്പൊ നമ്മൾ ആ ഭഗവാന്റെ മക്കളാണ്. ആ ഭഗവാൻ വന്ന് നമുക്ക് ഈ സാകാര ശരീരത്തിലൂടെ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. तो क्यों ना വിത്ത് ഓണേഴ്സ് പാസ്വേർഡ് ആയി. അപ്പൊ ആ ഭഗവാൻ വന്ന് നമുക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാകാര ശരീരത്തിലൂടെ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പാസ്വിത്ത് ഓണർ ആയിക്കൂടെ? പാസ്വിത്ത് ഓണർ ആയിക്കൂടെ? हर एक के पुरुषार्थ से पता पड़ता है ये വ്യക്താവൃത്തിയാണ് അല്ലെ? ഓരോരുത്തരുടെയും പുരുഷാർത്ഥം കണ്ടാൽ അറിയാൻ കഴിയും അല്ലെ? ഈശ്വരന്റെ ഇത്രത്തോളം ഈശ്വരന്റെ സന്താനമായിട്ട് മാറിയിട്ടുണ്ടല്ലേ, ഇത്രത്തോളം പ്രാപ്തിയുടെ അധികാരിയായി മാറി. अगर कोई परमात्मा की गोद लेकर दाव लगावे कि हम उनके बच्चे वारिस फिर जाए करते देर देवे तो ऐसे बच्चों को ഭസ്മാസുർ कहेंगे. ഇനി അഥവാ ആരെങ്കിലും പരമാത്മാവിന്റെ മടിത്തട്ടിലേക്ക് വന്നു, ബാബയുടെ കുട്ടിയായി മാറി അല്ലെ, എന്നുവെച്ചാൽ ബാബയുടെ പന്തയം വെച്ചിട്ട് അല്ലേ, നമ്മൾ ആ ഈശ്വരന്റെ കുട്ടിയാണ്, അവകാശ കുട്ടിയാണ് എന്ന് അല്ലേ, അങ്ങനെ ആയിട്ടും പിന്നീട് ഭാവിക്ക് ഡിവോഴ്സ് കൊടുത്തു പോവുകയാണ്. അവിടെ കുട്ടിയെ മാറിയിട്ടും ഭാവിക്ക് ഡിവോഴ്സ് കൊടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ എന്ത് പറയാൻ പറ്റും? ഭസ്മാസുരൻ. ചടയത്തോ വെച്ച് കിരത്തോ ഭസ്മാസത്തോ പടുത്തേ. കയറിയാലും ഉയർന്ന പദവി നേടിയെടുക്കാം, നീ വീണുപോയാലും ഭസ്മാസ്. അപ്പൊ യാദ് രഖന किसके साथ हमारा संबंध. ഈ കാര്യം ഓർമ്മ വയ്ക്കണം, നമുക്ക് ആരുമായിട്ടാണ് സംബന്ധം. जिस संबंध में आने के लिए ദേവത ഇച്ഛ കർ. അപ്പൊ ആ പരമാത്മാവിന്റെ സംബന്ധത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ദേവതകൾ പോലും ആഗ്രഹിച്ചിരുന്നത്. നമുക്ക് പറയാം, ദേവതകൾ പോലും ഇത് ആഗ്രഹിച്ചിരുന്നു. നമ്മളിപ്പോ ആരുടെ സംബന്ധത്തിലേക്കാണ് വന്നിരിക്കുന്നത്? നമ്മ പറയുന്നത് ഓർമ്മ